SFI സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണ ശ്രമം. 7 പേരുടെ സംഘമാണ് ഓഫീസിലുണ്ടായിരുന്ന പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത്. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. വിവരങ്ങളുമായി സാന്ത്വന സ്വാജു ചേരുന്നുണ്ട്. സാന്ത്വന, ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? എന്താണ് ഈ ആക്രമണത്തിന് പ്രകോപനമായിട്ടുള്ള കാരണം? സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. ഈ ഓഫീസിലാണ് ഇന്നലെ രാത്രി ഒരു ആക്രമണ ശ്രമം ഉണ്ടായത്. ഏതാണ്ട് 7ഓളം പേരടങ്ങുന്ന ഒരു സംഘം ഈ ഓഫീസിന് പുറത്തു വന്ന് സംഘം ചേർന്ന് നിൽക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവർ സംഘം ചേർന്ന് നിൽക്കുന്നത് എന്തിനാണ് എന്ന് ഈ ഓഫീസിനകത്ത് ആ സമയത്ത് പ്രവർത്തകരും അതുപോലെ തന്നെ ഓഫീസിലെ ചില സ്റ്റാഫുകളും മറ്റും ഉണ്ടായിരുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് എന്തിനാണ് ഇത്തരത്തിൽ പുറത്ത് സംഘം ചേർന്ന് നിൽക്കുന്നത് എന്ന് ചോദ്യം ചെയ്തു. ആ സമയത്താണ് ഈ വന്ന ആളുകൾ പ്രകോപിതരായി ഇവർക്ക് നേരെ അടിക്കുകയും മറ്റും ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇന്നലെ രാത്രി വളരെ വൈകി ഏതാണ്ട് ഒരു 1:30-2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തമ്പാനൂർ പോലീസ് ആ സമയത്ത് ഇവിടെ എത്തുകയും പോലീസ് വരുന്നത് കണ്ടുകൊണ്ട് തന്നെ ഈ സംഘം ചേർന്ന് വന്ന ആളുകൾ പലരും ഓടി പോകുകയായിരുന്നു. അതിൽ 2 പേരെ മാത്രമാണ് പോലീസ് ആ സമയത്ത് അറസ്റ്റ് ചെയ്തത്. പക്ഷേ ശേഷം അവരെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ള കാരണം, അല്ലെങ്കിൽ ആരാണ് ഇവിടെ സംഘം ചേർന്ന് വന്ന് ഇത്തരത്തിൽ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് മാത്രമല്ല, ഈ സംഭവത്തിൽ ഇതുവരെയും പരാതിയൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണങ്ങളിലേക്കും മറ്റും കടക്കുക. ഇന്നലെ ഈ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത ആളുകൾ അവർ 2 പേരും തിരുവനന്തപുരം സ്വദേശികൾ തന്നെയാണ്. പിന്നീട് അവരിതിൽ ബന്ധമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. കാരണം ഈ സംഭവം ഇവിടെ നടക്കുന്ന സമയത്ത് കുറച്ചധികം ആളുകൾ ഇവിടേക്ക് വന്ന് തടിച്ചുകൂടിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും സംഭവത്തിൽ ഇതുവരെയും SFI പ്രവർത്തകർ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആരും തന്നെ പരാതി നൽകിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് റോഷ്നി പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും 7ഓളം പേരടങ്ങുന്ന ഒരു സംഘമാണ് രാത്രി ഇവിടേക്ക് എത്തി ഓഫീസിലേക്ക് തള്ളിക്കയറാനും അതുപോലെ തന്നെ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ കയ്യേറ്റ ശ്രമവും ഒക്കെ തന്നെയും നടത്തിയിരിക്കുന്നത്. റോഷ്നി, ഈ ഓഫീസിലുണ്ടായിരുന്ന പ്രവർത്തകരുടെ മൊഴി വിശദമായി എടുത്തിട്ടുണ്ടോ? CCTV പരിശോധന, അങ്ങനെ ഏത് വഴിക്കാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? റോഷ്നി, ഇവിടെ CCTV ലഭ്യമാണ്. കാരണം നമുക്ക് കാണാം, അവിടെ ഈ ഓഫീസിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ CCTV ഉണ്ട്. നിലവിൽ ഇപ്പോൾ ഇവിടെ പ്രവർത്തകർ ആരും തന്നെ ഇല്ല. ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന പ്രവർത്തകർ എല്ലാം തന്നെ പിരിഞ്ഞ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ 10 മണിക്ക് മാത്രമാണ് ഓഫീസ് തുറക്കുക. മറ്റാരും തന്നെ ഇവിടെ ഇല്ല. ഓഫീസിൽ മറ്റ് പ്രവർത്തകരൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന പ്രവർത്തകർക്ക് മാത്രമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുള്ളത്. ഇപ്പോൾ പരാതി നൽകിയതിനു ശേഷമായിരിക്കും സ്വാഭാവികമായും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് അടക്കം കടക്കുക. ഇന്നലെ ഇവിടെ ഒരു സംഘർഷ സാധ്യതയുണ്ട് എന്നറിഞ്ഞാണ് ഇത്തരത്തിൽ തമ്പാനൂർ പോലീസ് ഇവിടേക്ക് എത്തുകയും അതുപോലെ തന്നെ ഈ ഇവിടെ കൂടി നിന്ന പോലീസിനെ കണ്ടപ്പോഴാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ ഓടിപ്പോയത് എന്ന് നമ്മൾ രാവിലെ ഫോണിലടക്കം സംസാരിച്ചപ്പോൾ പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് നടപടികളിലേക്ക് ഇനി പോലീസ് കടക്കുക പരാതി കിട്ടിയ ശേഷമായിരിക്കും എന്ന് തന്നെയാണ് റോഷ്നി നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, സാന്ത്വന സാജുവാണ് SFI ഓഫീസിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.